പറയുന്ന പെണ്ണുങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ അറിയത്തില്ല, അത്രയ്ക്കും കഠിനമായ ദിവസം. കൊച്ചു കുട്ടികളുടെ മുടി പേടിച്ചിട്ട് നരച്ചു പോവും. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറിയും. അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം കാണുമ്പോ ഓരോ മനുഷ്യനും പറയും, അല്ലാ, എന്റെ വാപ്പാടെ ഉമ്മാടെയും നന്മ എടുത്ത് എനിക്കിതാ, എന്നിട്ട് എന്റെ പാവ അവരുടെ തലയിൽ കെട്ടി വെച്ചിട്ട് അവരെ നരകത്തിയിട്ട് എനിക്ക് സ്വർഗം താ. തികയുന്നില്ലേ? എന്റെ കൂടപ്പുറപ്പിന്റെ അടുത്തോ, എന്റെ മക്കളുടെ അടുത്തോ, എന്റെ ഭാര്യയുടെ അടുത്തോ, എന്റെ നാട്ടുകാരല്ല, ഈ നിൽക്കണ ഈ പരലോകത്ത് നിൽക്കുന്ന സർവ്വ ആൾക്കാരുടെയും നന്മ എടുത്ത് എനിക്കിതാ. എന്റെ പാവമൊത്തി ഇവന്മാരെ തലയിൽ കെട്ടി വെച്ചിട്ട് ഇവരെ അങ്ങോട്ട് എറി, എന്നെ നീ സ്വർഗത്തിൽ വിട്. ഒന്ന് ആരിച്ചു നോക്കിയ സ്വാർത്ഥൻ എന്ന് പറഞ്ഞ അതാ. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകത്ത് അള്ളാഹുവിന്റെ അറസുണ്ട്, ഒരു സിംഹാസനം. അതിന്റെ താഴെ മാത്രമേ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റൂ. അവിടെ മാത്രമേ ഒരു തണലുള്ളൂ. ആ തണലല്ലാതെ വേറൊരു തണലില്ലാത്ത ദിവസം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ മനുഷ്യനെ അള്ളാഹു അറസിന്റെ ചുവട്ടിൽ സ്ഥാനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പള്ളി കെട്ടിക്കൊടുത്തവന് കിട്ടുമെന്നല്ല, വായ്പാട് പള്ളി പണിത് കൊടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല പറയാ. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട്, റബ്ബേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, ഒരുപാട് പാപം ചെയ്തു പോയല്ലോ അല്ലാ, അല്ലാ എന്ന് കേൾക്കുമ്പോഴേ കരയുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മയ്യത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മഹാനവറുകളുടെ കണ്ണിങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുഖത്ത് പാടുണ്ടായിരുന്നു എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ മനോഹരമായ ഒരു ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ സേവകന്മാർ, തന്റെ നേതാവാണല്ലോ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോൾ ഭരണാധികാരിയെ കുറിച്ച് അള്ളാഹു ചോദിക്കുമല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കും, ക്ഷേമം അന്വേഷിക്കാൻ, തന്റെ അനുയായികളുടെ അവസ്ഥകളൊക്കെ അന്വേഷിക്കാൻ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പാട്ട് കേൾക്കാം. ഒരു വീട്ടില്, എല്ലാത്തിനും വീട്ടിൽ ഒരു പാതിരാത്രി നോക്കുമ്പോ നല്ല പാട്ട് പാടുന്ന ആരോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്ത്, പെട്ടെന്ന് അങ്ങോട്ട് മതിലങ്ങോട്ട് ചാടി. പാട്ടയൊക്കെ അല്ലേ, പെട്ടെന്ന് മതിലങ്ങോട്ട് ചാടി വീടിനകത്ത് കയറി ചെന്നു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി വാതിലിന്റെ ഇടയിലൂടെ നോക്കി, ആരാപ്പ പാട്ട് പാടുന്നേ? കണ്ടു, ഒരുത്തനെ കണ്ടു. അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ഇന്ന് പാട്ട് പാടുക. കള്ളു കുടിച്ചിട്ട് ഈ മനുഷ്യൻ നിന്നിങ്ങനെ പാട്ട് പാടുക. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടം പോലെ വരും, ഇംഗ്ലീഷൊക്കെ വരും എന്ന് പറയുന്ന പോലെ. അങ്ങനെയാണല്ലോ ചിലർ കുടിച്ചു കഴിഞ്ഞാൽ 6 ജീവിയുടെ സ്വഭാവം ഉണ്ടാവുന്ന. കള്ളു കുടിക്കുന്നവനെ നമ്മൾ പറയാണ്ട് ആടാറുണ്ട് ഇല്ലേ, ഓടെ കിടക്കാറുണ്ട്, അവൻ എന്ത് മല ഇല്ലേ, അവൻ കിടക്കാറുണ്ട്. 6 ജീവിയുടെ സ്വഭാവം ഉണ്ടാവുന്ന കുടിക്കുന്നവൻ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് പിന്നെ പഠിക്കാം, ഇപ്പൊ അവരാരും ഇല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മതിൽ ചാടി വീടിന്റെ അകത്ത് കയറി ചെന്ന് നോക്കി, കള്ളുകുടിയനെ പൊക്കി. ഓന്റെ കയ്യും കാലും വിറയ്ക്കുക. കാരണം ഉമറാ ഫണ്ടി നിൽക്കണേ, കള്ളാ കുടിച്ചിട്ടിരിക്കണേ. കള്ളു കുടിച്ചിട്ടിങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. അവിടെ ഉമർ തങ്ങൾ വല്ലാത്ത ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ മനുഷ്യൻ ധൈര്യം സ്വരൂപിച്ചുകൊണ്ട് ഉമർ തങ്ങളോട് തിരിച്ചു പറഞ്ഞു, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്ത്. ഖലീഫയുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളുകുടിയൻ പറയുകയാ, ഞാൻ കള്ളുകുടിച്ചു, ശരിയാ, പാപമാ, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് കള്ളുകുടിക്കൽ, ഞാൻ ഒരു പാപമേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ നിൽക്കുക, ഞാൻ 3 പാപം എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ, ആ കള്ളുകുടിയനായ മനുഷ്യൻ പറഞ്ഞു, 1, അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി. അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി. 2, മതില് ചാടി. രണ്ടാമത്തെ പാവം 1, അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി. 2, മതില് ചാടി. 3, വീടിന്റെ വാതിലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം നിയമം പറയുന്നുണ്ട്, ചിരിക്കാനല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞത്, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നിയമമുണ്ട്? ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീടിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല, വാതിലിന്റെ മുന്നിൽ പോയി എന്ത് ചെയ്യാൻ പാടില്ല, ബെല്ലടിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണം, വാതിലിന്റെ നേരെ ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്തേ? ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ശരിയാ, ഓടി ഇങ്ങോട്ട് വന്ന് വാതിൽ ഒറ്റ തുറപ്പാ. ഉസ്താദാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന നോക്കത്തൊന്നുമില്ല, ചിലപ്പോ തുണിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല.
വീടിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടപ്പോ കാണാൻ ഔറത്തുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ വീടാണെങ്കിലും സ്വന്തം ഉമ്മാടെ ഒരു സഹാബി ചോദിച്ചു, ഒരു വീട്ടിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ എന്റെ ഉമ്മ ആ വീട്ടിലുണ്ട്, എന്റെ ഉമ്മ ആ വീട്ടിലുണ്ട്, ഞാനാണ് ഉമ്മയെ നോക്കുന്നത്, എനിക്ക് അനുവാദം ചോദിക്കാതെ കയറാൻ പറ്റുമോ? പറ്റൂല. സ്വന്തം വീട്ടിൽ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാണെങ്കിൽ പോലും അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെ വീടാണെങ്കിലും വീടിന്റെ മുന്നിൽ പോയി ബെല്ലടിച്ചു മാറി നിൽക്കണം. അനുവാദം കിട്ടിയ കയറണം, ഇല്ലെങ്കിൽ അസ്സലാമു അലൈക്കും തിരിച്ചു പൊക്കോണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. കള്ളുകുടിയൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് എന്റെ പറമ്പിൽ കയറി, എന്റെ വീടിന്റെ അകത്ത് കയറാൻ ആരനുവാദം നിന്നു? അനുവാദം ചോദിച്ചില്ല. മതില് ചാടിയില്ലേ? ആരോട് ചോദിച്ചിട്ട് ചാടി? തെറ്റല്ലേ മതില് ചാടി? 3, എന്തിനാ ഒളിഞ്ഞു നോക്കിയേ? എന്തിനാ ഒളിഞ്ഞു നോക്കിയേ? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കടക്കു പറയേണ്ടി വരുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ കള്ളുകുടിയനായ മനുഷ്യൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അള്ളാഹുവേ, അവിടത്തെ കണ്ടടങ്ങൾ നിറയുകയാണ്. കള്ളുകുടിയനോട് ചോദിക്കുന്നു, എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ? എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ? ആരാ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ ഈ 3 തെറ്റുകൾക്ക് കണക്ക് പറയേണ്ടി വരുമല്ലോ. ഉമർ തങ്ങളുടെ കണ്ടടങ്ങൾ നിറയുകയാ. ആരാ ഉമർ? ആരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ എത്രയോ നിയമങ്ങൾ ഇറങ്ങിയത് ഉമറിന്റെ നാവിലൂടെയാണ്. ഉമറിന്റെ വാക്ക്, ആ വാക്ക് മുത്ത് നബി അവിടെ നിന്ന് പറഞ്ഞു, ഉമർ പറഞ്ഞ നിയമത്തോട് യോജിച്ചിട്ടാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് നിയമങ്ങൾ ഇറങ്ങിയതെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു. എന്റെ ഉമറിൽ അതിനുള്ള യോഗ്യതയുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ച ആ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ളുകുടിയന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തല്ലേ. നിന്റെ വീടിന്റെ അകത്ത് അനുവാദമില്ലാതെ കേറിയത്, മതില് ചാടിയത്, വാതിലിലൂടെ ഒളിഞ്ഞു നോക്കിയത്, അത് തെറ്റാണ്. എനിക്ക് പുറത്തു തരണേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. ഇന്ന് കള്ളുകുടിയന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി ആരും കാണാതെ കള്ളുകുടിയന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞത് എന്തിനെന്നറിയോ? അല്ലാഹുവിനെ ഭയന്നിട്ടാ.